ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്നും അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. മോഡുലസ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കാണും? ഈ ഒരു പോയിൻ്റ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ ഇതിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പോയിൻ്റ് ആണെങ്കിൽ അതൊന്ന് എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എക്സ് ആക്സിലെ -3 എന്ന വാല്യൂവിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3 ആയിരിക്കും. അതുപോലെ ഈ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് -4 ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ -5 ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള ഏത് പോയിൻ്റ് ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിലൊരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സുകളിൽ നിന്നെല്ലാം ഈ ഗ്രാഫിലെ പോയിൻറ്റ്സുകളിൽ നിന്നെല്ലാം എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും തന്നെ ഇതിലെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ വലത്തോട്ടും എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് സൈഡിലെ വാല്യൂസും ഈ ഭാഗത്തുള്ള പോയിൻറ്റ്സിൻ്റെ ഈ ഭാഗത്ത് ഗ്രാഫിലെ ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതായത് എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. കാരണം ഗ്രാഫ് ഇൻഫിനിറ്റ് ആയിട്ട് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ് ആക്സിലെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. ഇനി എക്സ് ആക്സിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതായത് ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡൊമൈൻ എന്നാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇപ്പോൾ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി റേഞ്ച് നോക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വൈ വാല്യൂസ് ആണ്. ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. ഈ വൈ കോർഡിനേറ്റ്സ് നോക്കുക. വൈ കോർഡിനേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് അറിയണമെങ്കിൽ ഇതിൽ നിന്ന് വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് വൈ ആക്സിൽ വന്ന് മീറ്റ് ചെയ്യുന്ന വാല്യൂ വരിക അതിൻ്റെ വൈ കോർഡിനേറ്റ്. ഉദാഹരണമായിട്ട് ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് 1 ആയിരിക്കും. ഇവിടെ ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് 2 ആണ്. ഈ പോയിൻ്റ് എടുത്താൽ 3 വരും. ഇവിടെയും ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് എടുത്താലും അതും വൈ ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 3 വന്ന് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെയും വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൽ നിന്നും വൈ ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 0 മുതൽ മുകളിലോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും മുകളിലോട്ടുള്ള എല്ലാ വൈ വാല്യൂസും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. ഇതിലെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതായത് 0 മുതൽ മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സാണ് ഇതിൻ്റെ റേഞ്ചിലുണ്ടാവുക. വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ 0 മുതൽ മുകളിലോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ റേഞ്ചിലുണ്ടാവും. അപ്പോൾ ഡൊമൈൻ നേരത്തെ കണ്ടു കഴിഞ്ഞു. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ മുകളിലോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ 6, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. 0 ഉൾപ്പെടുന്നതുകൊണ്ടാണ് 0 ക്ലോസ്ഡ് കൊടുത്ത് 0 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ഈ ഫംഗ്ഷൻ നോക്കുക. എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഇവിടെയും നോക്കുക. ഇവിടുത്തെ എക്സ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് ഇതിൻ്റെ ഡൊമൈന്. നോക്കുക, ഈ ഗ്രാഫ് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും തന്നെ ഇതിലെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതായത് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പരാബോള ഏതെടുത്തു കഴിഞ്ഞാലും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡൊമൈന്. ഇതിൻ്റെ റേഞ്ച് നോക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. നോക്കുക, 0 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്ത് മാത്രമേ ഈ ഗ്രാഫ് ഉള്ളൂ. വൈ ആക്സിലെ 0 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്ത് ഈ ഗ്രാഫ് ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 മുതൽ മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ റേഞ്ച് 0 to ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലായിരിക്കും. അപ്പോൾ ഡൊമൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൊമൈൻ 6, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൻ്റെ ഇതൊരു പരാബോളയാണ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ് ഇത് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും ഇതിൽ വരും. അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇനി ഇതിൻ്റെ റേഞ്ചിൻ്റെ പ്രത്യേകതയുണ്ട്. റേഞ്ച് നോക്കുക. റേഞ്ച് നോക്കുക. -3 മുതൽ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും ഇതിലെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. കാരണം ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ ഒക്കെ ഈ ഭാഗത്ത് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് -2നും -3ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ -3 മുതൽ മുകളിലോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വൈ ആക്സിലെ എല്ലാ വാല്യൂസും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -3 മുതൽ മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സാണ്. -3 to ഇൻഫിനിറ്റി ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ 6, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ഇൻഫിനിറ്റി. ഈ ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ ഡൊമൈൻ നേരത്തെ നമ്മൾ കണ്ട കണക്ക് തന്നെ ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. കാരണം ഇതിൻ്റെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതുകൊണ്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഡൊമൈൻ.
ഇനി ഇതിൻ്റെ റേഞ്ച് നോക്കുക. വൈ ആക്സിലെ 2 മുതൽ മുകളിലോട്ടുള്ള വാല്യൂസ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരുള്ളൂ. ഈ ഗ്രാഫ് വൈ ആക്സിൻ്റെ 2 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്തെ ഗ്രാഫ് ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വൈ ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേറ്റ്സ് വൈ ആക്സിലെ 2 മുതൽ മുകളിലോട്ടുള്ള ഏതെങ്കിലും വാല്യൂവിലേ എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 മുതൽ മുകളിലോട്ടുള്ള സെറ്റ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് റേഞ്ച് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ 6, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ. ഈ ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ ഡൊമൈൻ മീൻസ് ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ്. അപ്പോൾ നോക്കുക, എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റിൽ -1 അതിനേക്കാൾ മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് അല്ല ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടും. -1 താഴോട്ടുള്ള ഭാഗത്തെ റിയൽ നമ്പേഴ്സ് ഒന്നും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടില്ല. കാരണം ഗ്രാഫ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലേറ്റ്സ് വരച്ച് കഴിഞ്ഞാൽ -1 അതിന് മുകളിലോട്ടോ ഉള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും, എക്സൈസിലെ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടുക. അതായത് -1 അതിന് മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ നമുക്ക് -1 ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലായിട്ട് എഴുതാം. -1 ഉൾപ്പെടെ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ഇൻഫിനിറ്റി ആയിട്ട് എഴുതാം. ഇനി റേഞ്ച് നോക്കുക. റേഞ്ച് നേരത്തെ കണ്ട പോണക്ക് തന്നെ 2ഉം 2നേക്കാൾ മുകളിലോട്ടുള്ള എല്ലാ വാല്യൂസും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടും. 2 മുതൽ മുകളിലോട്ടുള്ള 2 തൊട്ട് മുകളിലോട്ടുള്ള ഭാഗത്താണ് ഗ്രാഫ് ഉള്ളത്. അപ്പോൾ 2 മുകളിലോട്ടുള്ള വാല്യൂസ് എല്ലാം ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ റേഞ്ച് ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലും. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ഇൻഫിനിറ്റി, റേഞ്ച് ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെൽ. നോക്കുക, ഈ ഗ്രാഫിൻ്റെ ഡൊമൈൻ അറിയണമെങ്കിൽ ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ് അറിയണം. ഇതൊരു കണ്ടിന്യൂസ് ഗ്രാഫാണ്. അതുകൊണ്ട് നമുക്ക് എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ് അറിയാനായിട്ട് ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നോക്കിയാൽ മതി. ഗ്രാഫ് എൻഡ് ചെയ്യുന്ന ഒരു എൻഡ് പോയിൻറ്റ് ഇവിടാണ്. ഇവിടുന്നുള്ള എക്സ് വാല്യൂ ഇവിടുന്ന് എക്സൈസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ എക്സൈസിലെ -1 മീറ്റ് ചെയ്യും. ഇനി അതുപോലെ ഇവിടെ മറ്റൊരു എൻഡ് പോയിൻറ്റ് ഇവിടുന്ന് എക്സൈസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ 3ൽ മീറ്റ് ചെയ്യും. അപ്പോൾ -1 തൊട്ട് 3 മുതൽ വരെയുള്ള എക്സൈസിലെ വാല്യൂസ് ആയിരിക്കും ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടുക. അതായത് -1 തൊട്ട് 3 വരെ ഉള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. -1 മുതൽ 3 വരെയുള്ള റിയൽ നമ്പേഴ്സ്. ഇനി ഇതിൻ്റെ റേഞ്ചിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കുക. വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് റേഞ്ച്. ഇപ്പോൾ വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഇവിടുന്ന് വരയ്ക്കുകയാണെങ്കിൽ അതും -1ലാണ് മീറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ അത് 3ൽ മീറ്റ് ചെയ്യും. അവിടെയും -1 തൊട്ട് 3 വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ചും -1, 3 എന്നുള്ള ഇൻ്റർവെല്ലാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3. ഡൊമൈനും ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3യും റേഞ്ചും ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കുക, ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 3. അടുത്തതായിട്ട് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ ഡൊമൈനും റേഞ്ച് നമുക്ക് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡൊമൈൻ മീൻസ് ഇതിൻ്റെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് എക്സൈസിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു എന്ന് നോക്കിയാൽ മതി. എക്സൈസിലെ 1 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്താണ്, എക്സൈസിലെ 1 മുതൽ വലത്തോട്ടുള്ള ഭാഗത്താണ് ഈ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സൈസിലെ 1 മുതൽ മുകളിലോട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 to ഇൻഫിനിറ്റി ആയിരിക്കും ഡൊമൈൻ. അപ്പോൾ നമുക്ക് റേഞ്ച് നോക്കുക. റേഞ്ച് മീൻസ് വൈ വാല്യൂസിൻ്റെ സെറ്റാണ്. വൈ ആക്സിലെ -2 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്താണ് ഗ്രാഫ് വരുന്നത്. അതുകൊണ്ട് വൈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ -2 മുതൽ മുകളിലോട്ടുള്ള വാല്യൂസ് ആയിരിക്കും, മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ -2 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ചിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഡൊമൈൻ റേഞ്ച് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ 1 ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 ഇൻഫിനിറ്റി, റേഞ്ച് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 ഇൻഫിനിറ്റി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തതായിട്ട് ഈ ഗ്രാഫ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ മീൻസ് ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഈ ഗ്രാഫ് ഇൻഫിനിറ്റി ആയിട്ട് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ ഉണക്ക് ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് കരുതുക. നമ്മളൊരു പോർഷൻ മാത്രമേ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാവുന്നത് -1 വലത്തോട്ടുള്ള ഭാഗത്ത് എക്സൈസിൻ്റെ -1 വലത്തോട്ടുള്ള ഭാഗത്ത് ഗ്രാഫ് ഇല്ല. അതുകൊണ്ട് ഇതിലെ എക്സ് കോർഡിനേറ്റ്സ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത് -1 ആയിരിക്കും. അപ്പോൾ -1ഉം അതിനേക്കാൾ ചെറുതുമായ റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് കരുതി നമുക്ക് ലെഫ്റ്റ് -ഇൻഫിനിറ്റി മുതൽ -1 വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനെ നമുക്ക് ഇങ്ങനെ എഴുതാം. -ഇൻഫിനിറ്റി -1, റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -ഇൻഫിനിറ്റി -1. ഇനി ഇതിൻ്റെ റേഞ്ച് ഒന്ന് നോക്കുക. റേഞ്ച് വൈ വാല്യൂസിൻ്റെ സെറ്റാണ്. വൈ ആക്സിലെ 1 മുതൽ മുകളിലോട്ടുള്ള ഭാഗത്താണ് ഗ്രാഫ് ഉള്ളത്. അതുകൊണ്ട് വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് ഇവിടെ തൊട്ട് വരും. 1 മുതൽ മുകളിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ചിലുണ്ടാവുക. അതായത്
ക്ലോസ്ഡ് ഇൻ്റർവൽ ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ഇൻഫിനിറ്റി ആയിരിക്കും ഇതിൻ്റെ റേഞ്ചിൽ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ ഡൊമൈൻ മീൻസ് ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ്. അപ്പോൾ നോക്കുക, എക്സൈസിലെ 1ന് നേരെ ഇതിലെ ഈ എൻഡ് പോയിൻ്റ് എക്സൈസിലെ 1ന് നേരെയാണ് വരുന്നത്. അപ്പോൾ 1ന് പുറകിലോട്ടുള്ള റിയൽ നമ്പേഴ്സ് ഒന്നും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരികയില്ല. അപ്പോൾ 1ഉം 1നേക്കാൾ വലുതുമായ റിയൽ നമ്പേഴ്സ്, ഈ ഭാഗത്തോട്ട് ഗ്രാഫ് ഇൻഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അപ്പം 1ഉം 1നേക്കാൾ വലുതുമായ റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. അതായത് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 1 to ഇൻഫിനിറ്റി, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഫ്രം 1 to ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ റേഞ്ച് നോക്കുക. റേഞ്ച് മീൻസ് സെറ്റ് ഓഫ് വൈ കോർഡിനേറ്റ്സ് ആണ്. വൈ കോർഡിനേറ്റ്സ് താഴോട്ട് ഇത് ഇൻഫിനിറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വൈ ആക്സിൽ താഴോട്ട് ഭാഗത്ത് ഇൻഫിനിറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ -ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അതായത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് ഇങ്ങനെ എഴുതാം. ഡൊമൈൻ 1 to ഇൻഫിനിറ്റി, ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ഇൻഫിനിറ്റി ആൻഡ് റേഞ്ച് റൈറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -ഇൻഫിനിറ്റി 2. അപ്പോൾ നോക്കുക, എപ്പോഴും ചെറിയ സംഖ്യയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. -ഇൻഫിനിറ്റി ആണ് ചെറുത്. ദെൻ ഈ ഗ്രാഫ് നോക്കുക, കോസെക്സിൻ്റെ ഗ്രാഫാണിത്. ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ആണ്. ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് വാല്യൂസ്. ഇത് നോക്കുക, ഇത് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് എക്സ് ആക്സിലെ എല്ലാ വാല്യൂസും ഇതിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഡൊമൈനിലുണ്ടാവുക. ഇനി റേഞ്ച് നോക്കുക. വൈ കോർഡിനേറ്റ്സിൻ്റെ, ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ് ഇതിൻ്റെ റേഞ്ച്. നോക്കുക, വൈ ആക്സിലെ -1 മുതൽ 1 വരെയുള്ള വാല്യൂസ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരുള്ളൂ. കാരണം ഇതിൽ നിന്ന്, ഈ ഗ്രാഫിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേറ്റ്സ് എല്ലാം -1നും 1നും ഇടയ്ക്ക് വന്ന് മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ചിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എങ്ങനെ എഴുതാം? ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആറ്, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1, -1ഉം 1ഉം ഉൾപ്പെടെ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. x³ ഗ്രാഫാണിത്. നോക്കുക, ഈ ഗ്രാഫ് രണ്ട് വശത്തേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോകുന്തോറും വലത്തോട്ടും കൂടെ പോകുന്നുണ്ട്, താഴോട്ട് പോകുന്തോറും ലെഫ്റ്റിലോട്ടും ഇടത്തോട്ടും പോകുന്നുണ്ട്. അതായത് എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സൈസിലെ മുഴുവൻ വാല്യൂസും വരും. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ എക്സ് വാല്യൂസ്, എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റ്, അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി വൈ ആക്സിൽ നോക്കുക, വൈ ആക്സ് മുകളിലോട്ട് ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, താഴോട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് ഇതിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിലെ മുഴുവൻ വാല്യൂസും വരും. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇത് ഡൊമൈനും 6 ആണ്, റേഞ്ചും 6 ആണ്. ഡൊമൈൻ റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ 6, റേഞ്ച് 6, വേർ 6 is the set of real numbers. ഓക്കെ.